അങ്ങനെ നമ്മുടെ അനന്തപുരിയിൽ എന്നും പ്രശ്നങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ. പക്ഷേ ഒരു ഷർട്ട് സെലക്ട് ചെയ്തതിൻ്റെ പേരിൽ യുദ്ധം നടക്കുകയാണ് നമ്മുടെ അനന്തപുരിയിൽ, മഹായുദ്ധം. അപ്പോൾ ആ യുദ്ധം എന്താണെന്നൊക്കെ പറയാം. അപ്പോൾ അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ നിർമ്മൽ വിളിച്ചിട്ട് നമ്മുടെ അഭിയോട് 10 ലക്ഷം രൂപ ആവശ്യപ്പെടുകയാണ്. അതായത്, എടാ അഭി, ഞാനുണ്ടല്ലോ ഒരു ഫാൻ പോലും ഇല്ലാതെ കൊതുകു കടിയും കൊണ്ട് ഏതോ ഒരു റൂമിനകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടുണ്ടല്ലോ എനിക്കൊരു 10 ലക്ഷം രൂപ കിട്ടിയേ പറ്റൂ. അപ്പോൾ അഭി ചോദിക്കണേ, 10 ലക്ഷം രൂപയോ? അതെ, 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ തന്നെ കിട്ടിയേ പറ്റൂ. ഇല്ലെങ്കിലുണ്ടല്ലോ എൻ്റെ വായൊന്ന് തുറന്നാലുണ്ടല്ലോ പിന്നെ നിന്റെ സ്ഥാനം അനന്തപുരിക്ക് പുറത്തുമാണ്, ജയിലിനകത്തുമാണ് എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ നിർമ്മൽ നമ്മുടെ അഭിയെ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ ഒരു ഭീഷണി എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭി മനഃപൂർവ്വം ചോദിച്ചു മേടിച്ചതാണ് അല്ലേ. അങ്ങനെ നമ്മുടെ അഭി ഇത് കേട്ടിട്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ ആദർശം ഉണ്ടല്ലോ മുറിയിൽ ഇങ്ങനെ ഒരു ഷർട്ട് സെലക്ട് ചെയ്യാനായിട്ട് നമ്മുടെ നയനയോട് പറയുകയാണ്. ഇന്ന് ഒരു ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിൽ നമ്മൾ ജയിച്ചാലുണ്ടല്ലോ കോടികളുടെ ബിസിനസ്സാണ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നീ തന്നെ എനിക്ക് നല്ലൊരു ഷർട്ട് സെലക്ട് ചെയ്ത് തരണം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നയന ചെന്നിട്ട് നമ്മുടെ അലമാരി തപ്പുകയാണ്. അതിനകത്തുനിന്ന് നല്ല മെറൂൺ കളറിലുള്ള ഒരു ഷർട്ട് നമ്മുടെ നയന എടുത്തിട്ട് കൊടുക്കുകയാണ് ആദർശിന്. എന്നിട്ട് പറയണേ, ആദർശേട്ടൻ ഇന്ന് ഈ ഷർട്ട് ഇട്ടിട്ട് പോയാൽ മതി. എന്തായാലും ഈ ഷർട്ടിലിട്ട് ആദർശേട്ടൻ പോയി കഴിഞ്ഞാൽ ആദർശേട്ടന് ഇന്ന് നടക്കുന്ന ആ ഒരു ബിസിനസ്സിൽ ആദർശേട്ടന് കോടികളുടെ ഓർഡർ ലഭിക്കും, അല്ലെങ്കിൽ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയന ഒരു ഷർട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഷർട്ട് കയ്യിലേക്ക് എടുത്തിട്ട് ആദർശ് പറയണേ, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നയനെ, ഈ കളറുണ്ടല്ലോ എൻ്റെ ലക്കി കളറാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതുപോലെ ബിസിനസ് ആവശ്യത്തിനായിട്ട് പോകുന്ന സമയത്ത് എൻ്റെ അമ്മയാണ് എനിക്ക് ഷർട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് തരുന്നത്. അമ്മ സെലക്ട് ചെയ്ത് തരുന്ന ഷർട്ട് ഇട്ടിട്ട് പോയാൽ അന്നത്തെ കാര്യമെല്ലാം ഉണ്ടല്ലോ നല്ല പോസിറ്റീവാണ്, എല്ലാ കാര്യവും നല്ല അടിപൊളിയായിട്ട് നടക്കും എന്ന് പറയണം. അപ്പോൾ നയന പറയണ, ആദർശേട്ടാ ഈ ഷർട്ട് ഇട്ടിട്ട് പോയാലും ആദർശേട്ടന് നല്ലതേ ഉണ്ടാവൂ എന്നിങ്ങനെ നയന പറയുകയാണ്. അങ്ങനെ നമ്മുടെ ആദർശ് ആ ഷർട്ടൊക്കെ ഇട്ടിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്. വന്ന ഉടനെ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ എങ്ങനെയുണ്ട് അമ്മേ ഈ ഷർട്ട്, ഈ ഡ്രസ്സിൽ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? അപ്പോൾ ഉടനെ നമ്മുടെ ദേവയാനി ഇങ്ങനെ നോക്കിയിട്ട് പറയണം, നന്നായിട്ടുണ്ട് മോനെ, നിന്നെ കാണാൻ വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ അച്ഛനോട് ചോദിക്കുകയാണ്. അച്ഛനും അതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആദർശ് പറയുന്നത്, അമ്മേ ഇതുപോലെ തന്നെ ഇന്ന് കോടികളുടേതായിട്ടുള്ള ഒരു ഒരു ബിസിനസ് മീറ്റിങ്ങിലേക്കാണ് ഞാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നയനയാണ് ഈ ഷർട്ട് സെലക്ട് ചെയ്ത് തന്നത് എന്ന് പറയണം. അപ്പോൾ നമ്മുടെ ജയൻ പറയണ, ആ മോനെ നയന മോളല്ലേ സെലക്ട് ചെയ്ത് തന്നത്. എന്തായാലും ഇന്ന് നീ ഇന്ന് ആ ഒരു മീറ്റിങ്ങിൽ നിൻ്റെ ഭാഗത്തായിരിക്കും വിജയം ഉണ്ടാവുക. നിനക്ക് ആ കോടികളുടെ ബിസിനസ് നിനക്ക് കിട്ടും എന്ന് തന്നെ പറയണം. അപ്പോൾ ദേവയാനിക്ക് അത് കേട്ടിട്ട് പിടിക്കുന്നില്ല. ദേവയാനി പറയണം, ഷർട്ട് അത്രയ്ക്കൊന്നും കൊള്ളത്തൊന്നുമില്ല. അപ്പോൾ ആദർശിക്കണം, അമ്മയല്ലേ ഇപ്പോൾ പറഞ്ഞത് നന്നായിട്ടുണ്ടെന്ന്. ഓ, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ, കുഴപ്പമില്ല, തരക്കേടില്ല എന്ന് പറയണം. എന്നിട്ട് ദേവയാനി പറയണേ, ഹെടാ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവളുടെ കൈ കൊണ്ട് സെലക്ട് ചെയ്ത് ഷർട്ട് ഇട്ടിട്ടാണോ നീ പോവേണ്ടത്? അങ്ങനെ പോയാലേ നിനക്ക് ഒരു വിജയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഉടനെ തന്നെ ജയം പറയണേ, എന്തിനാ ദേവ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു നല്ലൊരു കാര്യത്തിനായിട്ട് അവൻ പോകാനായിട്ട് ഇറങ്ങിയതല്ലേ. പിന്നെ അല്ലെങ്കിലും അവനങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ മോളുടെ കൈ കൊണ്ട് സെലക്ട് ചെയ്തതല്ലേ, അതുകൊണ്ട് തന്നെ അതിൽ അവന് ഒരു നഷ്ടവും ഉണ്ടാവില്ല. ഇനി അഥവാ ഈ ബിസിനസ്സിൽ മോൻ വിജയിച്ചില്ലെങ്കിൽ പോലും നയനമോൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഇവൻ വിജയിച്ചില്ലെങ്കിൽ പോലും നയനമോൾ കയറണമില്ലെന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല. അവൾ ഈ വീടിൻ്റെ ഐശ്വര്യമാണ്, ആദർശിൻ്റെ ഐശ്വര്യമാണ് നയന എന്നിങ്ങനെ പറയുകയാണ്. ദേവയാനിക്ക് അത് തീരെ പിടിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ നമ്മുടെ ആദർശ് പോവുകയാണ്. അതേസമയം പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അനാമികയൊക്കെയാണ് കാണിക്കുന്നത്. നമ്മുടെ അനാമികയും അനിയുമാണ്. നമ്മുടെ അനാമികയും അനിയും കൂടി തമ്മിൽ കണ്ടുമുട്ടുകയാണ്. അനി ഇങ്ങനെ വരികയാണ്, അനിയുടെ ബൈക്കിൽ വരികയാണ്. അനാമിക കാർ ഒരിടത്ത് ഒതുക്കിയിട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അനി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അനി ചെന്നിട്ട് അനാമികയോട് എന്താ അനാമികയെ കാണണമെന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അനാമിക
പറയുന്നത്, എനിക്ക് നിന്നെ കാണണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാര്യകാരണങ്ങൾ എന്തെങ്കിലും വേണോ എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ അനി പറയണം, നമ്മുടെ രണ്ടുപേരുടെയും വിവാഹം അടുത്തിരിക്കുകയല്ലേ, പിന്നെ എന്തിനാ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് കാണുന്നത്, ഇടയ്ക്ക് കണ്ടാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണ്. കണ്ടാൽ പ്രത്യേകിച്ചൊരു കുഴപ്പമില്ല, എന്നാലേ നമുക്ക് രണ്ടുപേർ കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് പിന്നെ നമുക്ക് ഇച്ചിരി ഒരു ജ്യൂസോ എന്തെങ്കിലും കുടിച്ചിട്ട് സംസാരിക്കാം എന്ന് പറയണം അനാമിക. അങ്ങനെ അനിയും അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതേ സമയത്ത് അങ്ങനെ പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ അനന്തപുരിയാണ്. അനന്തപുരിയിൽ നമ്മുടെ ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ദേവയാനിയൊക്കെ ആകെ ടെൻഷനിലിരിക്കുകയാണ്. ആദർശിന് ബിസിനസ് കിട്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വയ്യാത്ത ആദർശിന് ഇപ്പോൾ വരുന്ന ഓർഡർ കിട്ടുമോ ഇല്ലയോ, കാരണം ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ നയനയാണല്ലോ. അങ്ങനെ ആ ഒരു ഇതിലൊക്കെ നമ്മുടെ ദേവയാനി ഇരിക്കുകയാണ്. അതേസമയം നമ്മുടെ നയനയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ കയറി ഇരിക്കുകയാണ്. നയന പൂജാമുറിയിൽ പോവുകയാണ്. പൂജാമുറിയിൽ പോയി പ്രാർത്ഥിക്കുകയാണ്, ഈശ്വര ആദർശേട്ടന് ആ ബിസിനസ് ഇന്നത്തെ ആ ഒരു മീറ്റിങ്ങിൽ ആദർശേട്ടന് തന്നെ വിജയം ഉണ്ടാവണേ എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇല്ലെങ്കിൽ നയനയ്ക്കറിയാം ദേവയാനി നമ്മുടെ നയനെ വലിച്ചു കീറി ഒട്ടിക്കും എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ദേവയാനി മനസ്സിൽ വിചാരിക്കുകയാണ്, ഇന്നത്തെ ബിസിനസ്സിൽ ആദർശിന് വിജയം സംഭവിച്ചില്ലെങ്കിലുണ്ടല്ലോ ഇന്നത്തോടുകൂടി നയനയുടെ ഇതുപോലുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന അതുപോലുള്ള പരിപാടികളൊക്കെ നിർത്തിക്കും എന്നൊക്കെ മനസ്സിൽ ചട്ടം കെട്ടിയിട്ട് നമ്മുടെ ദേവയാനി ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അതേസമയം നയന പൂജാമുറിയിൽ നിന്ന് ഇറങ്ങാതെ പൂജാമുറിയിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചും എടുത്തുമൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അതേ സമയത്ത് നമ്മുടെ നന്ദുവിനോട് നമ്മുടെ അനി ചോദിക്കുകയാണ്, അനിയോട് നമ്മുടെ നന്ദു പറയുകയാണ്, ഞാനൊരിക്കൽ നിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, വന്നിട്ട് നന്ദു നീയും തമ്മിലുള്ള കാര്യത്തിൽ അതിനെക്കുറിച്ച് ഞാൻ അതായത് നമ്മുടെ കനകയോട് സംസാരിച്ച കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഉടനെ തന്നെ അനി പറയുകയാണ്, നീ എന്തിനാ ആവശ്യമില്ലാതെ വീട്ടിൽ വന്നിട്ട് മറ്റുള്ളവരുടെയൊക്കെ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചത്, ശരിക്കും ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ഞാനും നന്ദുവും ഫ്രണ്ട്സ് മാത്രമാണെന്ന്, പിന്നെ നീ എന്തിനാ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞത്, അല്ലെങ്കിലും അനാമിക നീ കുറച്ച് ഓവറാണ് എന്നിങ്ങനെ അനി പറയുകയാണ്. അപ്പോൾ ഉടനെ അനാമിക പറയണം, അതേടാ ഞാൻ ഓവറാണ്, അത് നിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ അനാമിക പറയുകയാണ്. അപ്പോൾ ഉടനെ അനി പറയുകയാണ്, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഒരു വിവാഹത്തിന് തൊട്ട് മുമ്പ് പെണ്ണ് കാണുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു, ശരിക്കും നിൻ്റെ കാര്യം വെച്ച് പറഞ്ഞാലുണ്ടല്ലോ ആണ് കാണല നടന്നത്. അപ്പോൾ അനാമിക ചോദിക്കണം, അതെന്താ അങ്ങനെ പറഞ്ഞത്, ആണ് കാണലോ? അപ്പോൾ ഉടനെ തന്നെ അനാമികയോട് അനി പറയണം, അതെ സാധാരണ ഞാനല്ലേ നിൻ്റെ വീട്ടിൽ വന്ന് പെണ്ണ് കാണേണ്ടത്, പക്ഷെ നീ നേരെ തിരിച്ച് നീയാണ് എൻ്റെ വീട്ടിൽ വന്ന് പെണ്ണ് കണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയണം. അന്നേ എനിക്ക് തോന്നിയതാണ് നീ ആളിത്തിരി ഓവറാണെന്ന്. അങ്ങനെ നമ്മുടെ അനാമികയും അനിയും തമ്മിലുള്ള തർക്കങ്ങളും കാര്യങ്ങളും നടക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മുടെ ആദർശ് വരികയാണ്. ആദർശ് വരുമ്പോഴത്തേക്ക് നയനയ്ക്കാണെങ്കിൽ നല്ല ജീവൻ വീണു ആദർശിനെ കാണുമ്പോൾ. ഈശ്വര ഇനി എന്താവും എന്നുള്ള ടെൻഷനും ഉണ്ട്. അപ്പോൾ ആദർശ് വരുമ്പോൾ തന്നെ എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കുകയാണ്, ലഡു കൊടുക്കുകയാണ് എല്ലാവർക്കും. അതിനുശേഷം ആദർശ് പറയുകയാണ്, അമ്മേ ഇന്നത്തെ ബിസിനസ്സിൽ നമുക്കാണ് ഓർഡർ കിട്ടിയത്, കോടികളുടെ ഓർഡറാണ് കിട്ടിയത് സാധാരണ. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ദേവയാനി പറയുന്നത്, അതേക്കുറിച്ചൊക്കെ അത്രയ്ക്ക് പറയാൻ എന്താണ്, സാധാരണ ഓണം ആവുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ കളക്ഷൻ കിട്ടാറുണ്ടല്ലോ, പിന്നെന്താ ഇത്തവണ? അപ്പോൾ ഉടനെ ആദർശ് പറയണേ, എല്ലാ തവണയും ഓണത്തിന് കിട്ടുന്ന കണക്കുള്ള ഓർഡർ അല്ല കിട്ടിയത്, ഇപ്പോൾ ഇന്ന് തന്നെ കിട്ടിയത് കോടികളുടെ ഓർഡറാണ്. അപ്പോൾ ഇത്തവണ ഓണത്തിനുണ്ടല്ലോ നമുക്ക് എന്താണ് നമ്മുടെ കമ്പനിക്ക് എല്ലാ വർഷത്തെയും കമ്പനി തുടങ്ങിയിട്ട് ഇത്രയും നാളും കിട്ടാത്ത അത്ര വലിയ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് പറയുകയാണ്. അങ്ങനെ എല്ലാവർക്കും മധുരം കൊടുത്തു. അങ്ങനെ മധുരം കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ അനാമികയും നമ്മുടെ അനിയും തമ്മിൽ പിരിയാണ്. അതിനുശേഷം നമ്മുടെ നന്ദുവും ഫ്രണ്ട്സും കൂടി അവർ ക്രിക്കറ്റ് കളിക്കുകയാണ്. അപ്പോൾ ആ സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മുടെ അനി. അങ്ങനെ അനി ക്രിക്കറ്റ് കളിക്കുന്നിടത്തേക്ക് പോകുമ്പോൾ അനിയുടെ മനസ്സിൽ തോന്നുകയാണ്, ഒരു പക്ഷേ നന്ദു എന്നിൽ നിന്നും അകലം പാലിച്ച് നിൽക്കുന്നത് മറ്റൊന്നും ഉണ്ടാവില്ല, അവളെ വീട്ടിലുള്ളവർ നന്നായിട്ട് അവളുടെ അടുത്ത് സമ്മർദ്ദം ചെലുത്തി കാണും. കാരണം അനാമിക വന്നിട്ട് നന്ദുവിൻ്റെ അമ്മയുടെ അടുത്ത് സംസാരിച്ചല്ലോ, അത് വെച്ചിട്ട് ഇനി നയനേട്ടത്തെയും ബാക്കിയുള്ളവരൊക്കെ കൂടി സംസാരിച്ചിട്ടാണോ, അവർക്ക് വേണ്ടിയിട്ടായിരിക്കുമോ നന്ദു ഇങ്ങനെയൊക്കെ തീരുമാനിച്ചത് എന്നറിയാതെ അതൊക്കെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് നമ്മുടെ അനി നേരെ ഇവർ കളിക്കുന്ന ഗ്രൗണ്ടിലോട്ട് ചെല്ലുകയാണ്. പക്ഷേ നമ്മുടെ നന്ദു ആണെങ്കിൽ ഒന്നും സംഭവിക്കാത്തത് കണക്ക് തന്നെ വളരെ കൂളായിട്ട് നിന്നിട്ട് നമ്മുടെ അനിയോട് സംസാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അനി അവിടെ നിന്നും തിരിച്ചു പോരുകയാണ്. അതേ സമയത്ത് നമ്മുടെ ആദർശ് എല്ലാവർക്കും മധുരമൊക്കെ കൊടുത്ത് ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുന്ന നേരത്തിന് നമ്മുടെ ജയം പറയണം, മോനെ നിനക്ക്
നീ നീ ഇന്ന് പോയപ്പോൾ നയനമോള് നിനക്ക് എടുത്തു തന്ന ഷർട്ട് ഉണ്ടല്ലോ, ആ ഷർട്ട് ഇട്ടിട്ട് പോയിട്ടാണ് നിനക്ക് വിജയം സംഭവിച്ചത്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ മുത്തശ്ശി പറയുകയാണ്, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ മോനെ, ഇതൊക്കെ ഒരു നമ്മുടെ വിശ്വാസങ്ങൾ മാത്രമാണ്. ഒരു പക്ഷേ നയനമോള് തന്ന ഷർട്ട് ഇട്ടിട്ടോ ഇനി അല്ലാതെ പോയത് കൊണ്ടോ ആവും ചിലപ്പോൾ വിജയം സംഭവിച്ചത്. ഇനി ഒരു പക്ഷേ ഷർട്ട് ഇട്ടിട്ടാണ് സംഭവിച്ചെങ്കിലും അല്ലാതെ സംഭവിച്ചെങ്കിലും ഇതിലിപ്പോൾ ആർക്കും പ്രത്യേകിച്ച് മോളെ ഒരു കുറ്റവും പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, മോൾ ഇന്നത്തെ ദിവസം മുഴുവനും പൂജാമുറിയിലായിരുന്നു നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. അതുകൊണ്ടാവണം ഒരുപക്ഷെ ഈ ഓർഡർ നിനക്ക് കിട്ടിയത്. എന്തായാലും എല്ലാത്തിനും പിന്നിൽ നയനമോളാണ് എന്നിങ്ങനെ പറയണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജയം പറയണ, മോനെ നിനക്ക് ഇതൊന്ന് നന്നായിട്ട് ആഘോഷിക്കണമെന്ന് തോന്നുന്നില്ലേ? നിൻ്റെ ഭാര്യയുടെ അടുത്തിരുന്ന് ഇത്തിരി ആഘോഷിക്കണമെന്ന് തോന്നുന്നില്ലേ? ഈ സന്തോഷം നിനക്ക് അവളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നില്ലേ? നീ ഒരു കാര്യം ചെയ്യും, നയനമോളെയും കൂട്ടി നിൻ്റെ ബെഡ്റൂമിലേക്ക് പോവുക എന്നിങ്ങനെ പറയാണ് ജെയിൻ. അങ്ങനെ നമ്മുടെ നയനയും കൂട്ടി നമ്മുടെ ആദർശ് ബെഡ്റൂമിലേക്ക് പോവുകയാണ്. ദേവയാനിയുടെ മുഖം കടന്തൽ കുത്തിയണക്ക് ഇത് ഇങ്ങനെ ഇരിക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക മാത്രം പോരാ, നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്. അയ്യോ തളർന്നു.